പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ അഫ്ഗാൻ ജനതയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. അടിയന്തര ചികിത്സയ്ക്കായി 2.5 ടൺ മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും ഇന്ത്യ കാബൂളിലെത്തിച്ചു. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. ദുഷ്കരമായ ഈ ഘട്ടത്തിൽ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം ഇന്ത്യ ഉണ്ടാകുമെന്നും മാനുഷിക സഹായങ്ങൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മാർച്ച് 16 കാബൂളിലെ ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രത്തിന് നേരെ ഉണ്ടായ പാക് വ്യോമാക്രമണം കടുത്ത മാനുഷിക പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. 2000 കിടക്കകളുള്ള ഈ ആശുപത്രിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 400ഓളം പേർ കൊല്ലപ്പെടുകയും 250 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അഫ്ഗാൻ വക്താവ് ഹംദുള്ള ഫിത്രത്ത് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തങ്ങൾ ആശുപത്രി ആക്രമിച്ചിട്ടില്ലെന്നുമാണ് പാകിസ്ഥാൻ അധികൃതർ നൽകുന്ന വിശദീകരണം. ഈ സാഹചര്യത്തിലാണ് പരിക്കേറ്റവരുടെ ചികിത്സയ്ക്കും വേഗത്തിലുള്ള സുഖം പ്രാപിക്കലിനുമായി മെഡിക്കൽ കിറ്റുകളും ഉപകരണങ്ങളും ഇന്ത്യ അടിയന്തരമായി എത്തിച്ചത്. അതേസമയം സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഈദുൽ ഫിത്തർ പ്രമാണിച്ച് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായിട്ടുണ്ട്. സൗദി അറേബ്യ, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്നാണ് തീരുമാനം. വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ ചൊവ്വാഴ്ച അർദ്ധരാത്രി വരെയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിലുള്ളതെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അഫ്ഗാൻ താലിബാനെതിരായ കടുത്ത നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആക്രമണത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വ്യാപകമായ അപലപനം ഉയർന്നിട്ടുണ്ട്. സിവിലിയൻ മരണങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ അഫ്ഗാനിസ്ഥാനിലെ മനുഷ്യാവകാശങ്ങൾക്കായുള്ള പ്രത്യേക റിപ്പോർട്ടർ റിച്ചാർഡ് ബെനറ്റ് അഗാധമായ ആശങ്ക പ്രകടിപ്പിക്കുകയും കാബൂളും ഇസ്ലാമാബാദും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളെ മാനിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഉത്തരവാദികളായവരെ ഉത്തരവാദിത്തപ്പെടുത്തുന്നതിന് സ്വതന്ത്രമായ ഒരു അന്താരാഷ്ട്ര അന്വേഷണം നടത്തണമെന്നും അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഫൗണ്ടേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവർത്തിച്ചുള്ള അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ കാരണം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഇതിനകം തന്നെ പിരിമുറുക്കത്തിലാണ്. അതിർത്തി പ്രവിശ്യകളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ചില മുൻ സംഭവങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ പ്രതിഷേധങ്ങൾക്കും അപലപനങ്ങൾക്കും കാരണമായി. പാകിസ്ഥാനുമായുള്ള നയതന്ത്രത്തിനുള്ള സമയം അവസാനിച്ചുവെന്നും ആക്രമണം പ്രതികാരം ചെയ്യണമെന്നും സൂചിപ്പിച്ചുകൊണ്ട് താലിബാൻ വക്താവ് സബിഹുള്ള മുജാഹിദ് പാകിസ്ഥാന് കർശന മുന്നറിയിപ്പ് നൽകി. ഈ മേഖലയിലെ സാധ്യതയുള്ള വർധനവിനെ കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തി. അതേസമയം ഈദുൽ ഫിത്തർ കണക്കിലെടുത്ത് അഫ്ഗാൻ താലിബാനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ ഗസാബ് ഹക്കിൽ താൽക്കാലികമായി നിർത്താൻ പാകിസ്ഥാൻ തീരുമാനിച്ചതായും സഹോദര ഇസ്ലാമിക രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചും ഇൻഫോർമേഷൻ മന്ത്രി അതാഉല്ല തരാർ ബുധനാഴ്ച പ്രഖ്യാപിച്ചു. മാർച്ച് 18-19 അർദ്ധരാത്രി മുതൽ മാർച്ച് 23-24 അർദ്ധരാത്രി വരെ താൽക്കാലികമായി നിർത്തൽ ബാധകമാകുമെന്നും തരാർ പറഞ്ഞതായി ഡോൺ റിപ്പോർട്ട് ചെയ്തു. പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ അഫ്ഗാൻ താലിബാൻ പാകിസ്ഥാനെതിരായ സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെച്ചതായും ഡോൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. സൗദി അറേബ്യ, തുർക്കി, ഖത്തർ എന്നിവയുൾപ്പെടെയുള്ള സഹോദര ഇസ്ലാമിക രാജ്യങ്ങളുടെ അഭ്യർത്ഥനകളെ തുടർന്നാണ് തീരുമാനമെടുത്തതെന്നും അഫ്ഗാൻ താലിബാൻ വക്താവ് സബിഹുള്ള മുജാഹിദ് പറഞ്ഞതായിട്ടും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.